ശിക്ഷാ ഇളവിന് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളില്ലാത്ത പുതിയ പട്ടിക തയ്യാറാക്കിയെന്ന ജയിൽ മേധാവിയുടെ വാദം തള്ളി ജയിൽ സൂപ്രണ്ട്. പോലീസ് പ്രൊബേഷൻ റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷമേ അന്തിമ പട്ടിക നൽകൂ എന്നാണ് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് പറയുന്നത്. പുതുക്കിയ പട്ടികയിൽ ടി.പി. കേസ് പ്രതികൾ ഇല്ലെന്നായിരുന്നു ജയിൽ മേധാവി അറിയിച്ചത്. ശിക്ഷാ ഇളവിനുള്ള പട്ടിക തയ്യാറാക്കിയത് ചട്ടപ്രകാരമാണെന്ന് എ.ഡി.ജി.പിക്ക് സൂപ്രണ്ട് വിശദീകരണം നൽകി. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നമുക്കൊപ്പം. റിനു ശ്രീധർ, ഇന്നലെ ജയിൽ ഡി.ജി.പിയോട് റിനു സംസാരിക്കുമ്പോൾ ഇത് ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായി ഉൾപ്പെട്ട ശിക്ഷാ ഇളവിലെ പട്ടികയാണെന്നും ആ പട്ടിക മാറ്റി ഈ കോടതി വിധിക്ക് ശേഷമുള്ള പുതിയ പട്ടികയിൽ ഇവരുണ്ടാകില്ല എന്നും പറയുമ്പോഴും ഇന്നിപ്പോൾ വരുന്ന ജയിലിൽ നിന്ന് ഇക്കാര്യങ്ങൾ ചെയ്യേണ്ട വ്യക്തി പറയുന്നു അങ്ങനെയല്ല, മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? റിനു ശ്രീധർ, പട്ടികയിൽ ഇപ്പോഴും ടി.പി. കേസ് പ്രതികൾ ഉണ്ട് എന്നതല്ലേ വസ്തുത? സുജയ, ജയിൽ ഡി.ജി.പി കണ്ണൂർ സൂപ്രണ്ടിനോട് ചോദിച്ച വിശദീകരണത്തിലും നൽകിയ മറുപടിയിലും ചില അസ്വാരസ്യങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ്. പൊരുത്തക്കേടുകൾ കൃത്യമായി നമുക്ക് പറഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ട്. കാരണം ജയിൽ ഡി.ജി.പിക്ക് വേണ്ടി എ.ഡി.ജി.പി ചോദിച്ച വിശദീകരണം, ആ വിശദീകരണത്തിൽ പറയുന്നത് കൃത്യമായി തന്നെ പുതിയൊരു പട്ടിക ഉണ്ടാക്കിയിട്ടുണ്ട്, ആ പട്ടിക ഉടൻ കൈമാറും സർക്കാരിലേക്ക്. ഒപ്പം കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന് അബദ്ധം പറ്റിയതാണ്, അബദ്ധം കാരണത്താലാണ് ഈ ടി.പി. കേസിലെ പ്രതികൾ ആ പട്ടികയിൽ ഇടം പിടിച്ചത് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അത് പോലീസ് ഔദ്യോഗികമായി നൽകിയ വാർത്താക്കുറിപ്പ് കൂടിയാണ്. പക്ഷേ അല്പസമയം മുമ്പാണ് നമ്മൾ തന്നെ ഈ സൂപ്രണ്ടിൻ്റെ മറുപടി, അതായത് വിശദീകരണ ലെറ്റർ കൂടി നമുക്ക് ലഭിക്കുകയുണ്ടായി. ആ വിശദീകരണ ലെറ്ററിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു രീതിയിലുള്ള ആശയക്കുഴപ്പവും ഉണ്ടായിരുന്നില്ല, അതായത് അബദ്ധത്തിൽ സംഭവിച്ചതെന്ന വാദത്തെ തള്ളുന്നൊരു സാഹചര്യമാണ് സൂപ്രണ്ട് പറയുന്നത്. കൃത്യമായിട്ടുള്ള ചട്ടങ്ങൾ പാലിച്ച്, നിയമങ്ങൾ പാലിച്ചാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയത് എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. 2022 ആഭ്യന്തര വകുപ്പ് ഇറക്കിയ ചട്ടം അനുസരിച്ചാണ് പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ ടി.പി. കേസ് പ്രതികളുമുണ്ട് എന്നുള്ളതാണ് വിശദീകരണക്കുറിപ്പിൽ പറയുന്നത്. പോലീസ് പ്രൊബേഷൻ റിപ്പോർട്ടുകൾ ലഭിച്ചതിന് ശേഷമേ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കൂ എന്നുള്ളതാണ്. അതായത് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടില്ല എന്നുള്ളതാണ്, അന്തിമ പട്ടികയും തയ്യാറാക്കിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ജയിൽ ഡി.ജി.പി അല്പസമയം മുമ്പ് ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ടി.പി. കേസിലെ പ്രതികളെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്, ആ പട്ടിക സർക്കാരിലേക്ക് ഉടൻ കൈമാറും എന്നുള്ളതാണ്. അതായത് വിശദീകരണം ചോദിച്ചുകൊണ്ട് ഔദ്യോഗികമായി ഇറക്കിയ പത്രക്കുറിപ്പിലും ഒപ്പം നൽകിയ വിശദീകരണക്കുറിപ്പിലും അസ്വാരസ്യങ്ങൾ തുടരുന്നു. എന്തായാലും ടി.പി. കേസ് പ്രതികൾ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലിസ്റ്റിൽ വന്നത് ഉൾപ്പെടെയുള്ള ഒരു സംശയങ്ങളും സംവാദങ്ങളും നിഴലിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പരസ്പര വിരുദ്ധമായിട്ടുള്ള മറുപടിയും ചോദ്യവുമായി ജയിൽ വകുപ്പിൽ നിന്നും ഇത്തരമൊരു മറുപടിയും അതുപോലെ തന്നെ വിശദീകരണ ചോദ്യങ്ങളും എല്ലാം വന്നിരിക്കുന്നത്. സുജയ, ഓക്കെ, റിനു ശ്രീധറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി ഇക്കാര്യത്തിൽ അന്തിമ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കാം.